എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ മഴക്കാലത്തെ കറികളൊന്നും തന്നെ കിട്ടാത്ത സമയത്ത്, മീനൊന്നും കിട്ടാത്ത സമയത്ത് ഇതുപോലൊരു കറി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരാഴ്ചക്കാലത്തേക്ക് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ സ്വാദാണ്. ഉണ്ടാക്കിയെടുത്താൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കറി ഒന്ന് കഴിക്കാനായിട്ടും. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അറിയാൻ സാധിക്കുന്നതും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഇഞ്ചി വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിലാണ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇഞ്ചിയുടെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി ഞാൻ ഇതുപോലെ ഒന്ന് തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി ഇതുപോലെ ഞാനൊന്ന് പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിയായി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞു മാറ്റാം. ഇങ്ങനെ ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞു മാറ്റുന്നത് നമ്മൾ ഇഞ്ചി കറി കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയൊന്നും പൊള്ളാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു നീരിലെ കാരം കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അങ്ങനെ ഇത്രയും ജ്യൂസ് ഞാനിവിടെ പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി 1 കപ്പ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ഒരു അരമുറി നാളികേരം നമുക്കൊന്ന് തിരുമ്മി കൂടി വെക്കണം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള 150 ഗ്രാം അളവിലുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത്രയും ചെറിയൊരു നാളികേരം മാത്രം മതിയാകും. നാളികേരം ഇവിടെ തിരുമ്മി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നാളികേരവും ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. അങ്ങനെ ചെയ്തെടുക്കുന്നത് നാളികേരം വറുത്തെടുക്കാനായിട്ടുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നാളികേരം പൊടിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ജാറിലേക്ക് നാളികേരം മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് കറക്കിയെടുത്തിട്ട് കൂടെ വരാം. ഇഞ്ചി കറക്കി എടുക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ചേർക്കാതെ വേണോട്ടോ കറക്കി എടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നാളികേരവും ഇഞ്ചിയും ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരവും ഇഞ്ചിയും ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഇനി ചൂടായി വരട്ടെ. നല്ലവണ്ണം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കറക്കി എടുത്തിട്ടുള്ള നാളികേരം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. നമുക്ക് ചെറിയ തീയിൽ വെച്ച് നാളികേരം വറുത്തെടുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് സമയം ആവശ്യമായിട്ട് വരും. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കണം. ആദ്യം ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലെ കുരുമുളക് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവയാണ്. ഉലുവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവില് നല്ല ജീരകവും കൂടി, ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. നാളികേരത്തിലെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ടും. ഈ ഒരു സമയത്തെല്ലാം ഫ്ലെയിം സിമ്മിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ തീ കയറി കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായ പിഴുപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുവാണ്. ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നാളികേരം ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചതെല്ലാം തന്നെയും ഇളകി വരുന്നതുമാണ്. വീണ്ടും ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യം നമുക്ക് കൂടുതലായി വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നാളികേരം ഒന്നും കൂടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ എടുത്ത് വെക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 2 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള എരിവെള്ള മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും എടുക്കാവുന്നതാണ്. ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് പുറത്ത് വെച്ച് തന്നെ കറി
കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന നമ്മുടെ ശരീര അസ്വസ്ഥതകൾക്ക് വളരെ ഉത്തമമാകുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറി കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാരണന്മാര് തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നതും. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാളികേരം നല്ല പോലെ ചുവക്കെ മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് പൊടികളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടതും. പൊടികൾ ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ തീയിൽ വെച്ച് തന്നെ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ടും. ആദ്യമായിട്ട് പാചകങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പൊക്കെ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളതും. ചെറിയ തീയിൽ വെച്ച് 1 മിനിറ്റ് നേരം പൊടികൾ മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഈ ഒരു ചട്ടിയുടെ ചൂടാറ്റി എടുക്കണം. അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ചട്ടിയിൽ തന്നെ വെക്കുവാണെങ്കിൽ ചട്ടിയുടെ ചൂട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ള നാളികേരത്തിന്റെ ചൂടൊന്നാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചുകൂടെ വെക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാനും പാടില്ല. അങ്ങനെ നമ്മുടെ വറുത്തെടുത്ത ചേരുവകൾ നല്ലപോലെ തണുത്ത് വന്നപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതേ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് കൂടെ മാറ്റാം. അരപ്പ് മൺചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തിയ പുളി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം പുളിവെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി സിമ്മിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ചിരട്ട തവി വെച്ചിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇത്രയും കട്ടിയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പച്ചവെള്ളം അല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ കുതിർത്തിട്ടുള്ള പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. പുളിവെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചപ്പോഴും നമ്മുടെ കറി നല്ല കട്ടിയായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തവി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയുടെ ഇഞ്ചിക്കുത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുള്ളത്. ഇനി ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുവാണ്. കറി ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം, അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. കറി നല്ലപോലെ ഇളക്കി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് പോരായ്മ വന്നു. ഞാനപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയ കറിയെ നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചു പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ട് വളരെ കുറച്ചായിരിക്കണം നമുക്ക് ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ടതും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നുകൂടി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി നല്ല പോലെ ഒന്ന് കുറുകി കിട്ടും. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കറി വറ്റിച്ചെടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുത്ത കറി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇത്രയും തന്നെ കുറുകിയാൽ മതിയാകും. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായി വരുന്നതാണ്. ഈ ഒരു സമയത്തും നമ്മുടെ കറിയുടെ ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഉപ്പോ പുളിയോ ചേർക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചിക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നാല് പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം നാളികേരക്കൊത്തും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം. നാളികേരം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. നാളികേരം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. താളിപ്പ് ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ 5 മിനിറ്റ് നേരം മൂടി വെച്ച കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ വളരെ സ്വാദേറിയ നല്ലൊരു കറിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.